മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിലാണ് ഛത്രപതി സംഭാജിയെ അതിദാരുണമായി കൊലപ്പെടുത്തുകയും നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളെയും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ഔറംഗസേബിൻ്റെ ശവകുടീരമുള്ളത്. സംഭാജിയുടെ പേരിലുള്ള പട്ടണത്തിൽ ഈ നരാധമനായ മൃഗത്തിൻ്റെ ശവക്കല്ലറ ഉള്ളത് അപമാനകരമാണ്, പൊളിച്ചു കളയണമെന്ന് പലരും BJP നേതാക്കന്മാരുൾപ്പെടെ പലരും ആവശ്യപ്പെട്ടിരുന്നു, ഹിന്ദുത്വ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. അതിനനുകൂലമായ ഒരു നിലപാടെടുക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാവുന്നു. ഔറംഗസേബിൻ്റെ ശവക്കല്ലറ പൊളിച്ചു കളയും എന്നൊക്കെ പറയുന്നത് നേരാണോ? അതായത് മുഖ്യമന്ത്രി ഫട്നാവിസ് പറഞ്ഞു എല്ലാവരുടെയും ആഗ്രഹം അതാണ്, എൻ്റെ ആഗ്രഹവും അതാണ്. അത് പക്ഷേ നിയമപരമായ വഴിക്കാണ് ഞാൻ നീങ്ങാൻ പോകുന്നത്. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണത്. കോൺഗ്രസ് ആണത് ചെയ്തത്, സംരക്ഷിത സ്മാരകമാക്കിയത്. അപ്പോൾ അതിനോട് സർക്കാരിന്റെ ഉത്തരവല്ലേ, സർക്കാർ അത് മാറ്റിയാൽ മതി. സർക്കാർ മാറ്റി, മഹാരാഷ്ട്ര സർക്കാർ അല്ല, കേന്ദ്ര സർക്കാർ അതങ്ങ് മാറ്റിയിട്ട് അപ്പോൾ ആ വഴിക്ക് ഫട്നാവിസ് നീങ്ങും എന്നാണ് ആ പറഞ്ഞതിൻ്റെ. കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുർമത് സമാഗമം എന്ന് പറഞ്ഞിട്ട് അത് ഈ സിഖുകാരുടെ 9ാമത്തെ ഗുരു തേജ് ബഹാദൂറിൻ്റെ 300ാം ഓർമ്മ ആചരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ് ഇത് പറഞ്ഞത്. അത് വളരെ പ്രധാനം. എന്താണെന്ന് വെച്ചാൽ ഈ 9ാമത്തെ ഗുരു തേജ് ബഹാദൂറിനെ തലവെട്ടിയത് ഔറംഗസേബ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇല്ല, ഹിന്ദുക്കളെ മാത്രമല്ല, ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ സിഖ് മതം ഉണ്ടായത് തന്നെ. സിഖ് മതത്തിൽപ്പെട്ട 100 ആളുകളെ കൊന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ആളുകളെ. ഒരു വണ്ടി നിറച്ച് തലയോട്ടിയൊക്കെ ഔറംഗസേബ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഗുരു തേജ് ബഹദൂർ തന്നെ കശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും അപ്പോൾ ഗുരു തേജ് ബഹദൂറിൻ്റെ മകനും പറഞ്ഞു അങ്ങ് പോയി ഒന്ന് ഔറംഗസേബിനോട് സംസാരിക്കുമെന്ന്. അങ്ങനെ ദർബാറിലേക്ക് പോയതാണ്. പണ്ഡിറ്റുകളുടെ കാര്യം, അവർക്ക് ജിസ്യൊക്കെ ഏർപ്പെടുത്തി, അത് തന്നെ. ബാക്കി മുഴുവൻ ശരീഅത്ത്, ഹിന്ദുക്കൾക്ക് ജിസ്യ. ഇങ്ങനെയായിരുന്നു ഔറംഗസേബിൻ്റെ സെക്യുലറിസം. അപ്പം അങ്ങനെ സംസാരിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഗുരുവാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഴുത്തിലൊരു ലിഖിതം ചരടിൽ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു ഗുരു തേജ് ബഹദൂർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ലിഖിതം ഉള്ളിടത്തോളം എൻ്റെ തല ആർക്കും ഛേദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പരമപുച്ഛത്തോടുകൂടി തല ഛേദിച്ചു. അപ്പം എന്നിട്ടാണ് ഈ ലിഖിതം എടുത്ത് നോക്കുന്നത്. അപ്പോൾ ആ ലിഖിതത്തിൽ എഴുതിയിരുന്നു അദ്ദേഹം, അതായത് ഞാൻ എൻ്റെ മതത്തിന് വേണ്ടി ജീവിച്ചു, എന്നിട്ടും രഹസ്യം തുറന്നു പറഞ്ഞില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മാന്ത്രികമായ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല. എൻ്റെ മതത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ മരണപ്രഖ്യാപനം എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം നിന്ന് കൊടുത്തത്. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഗുരു തേജ് ബഹദൂർ. അപ്പം അങ്ങനെ ഒരു സമ്മേളന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ ഔറംഗാബാദ് എന്നായിരുന്നു ഈ സംഭാജി നഗർ ജില്ലയുടെ മുമ്പത്തെ പേര്. ഔറംഗസേബിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതൊക്കെ പ്രീണന കാലത്ത് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്ക് പോയാലോ ഒരാൾ പറഞ്ഞു, നമ്മൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനാണെന്ന് തോന്നും. അക്ബർ റോഡ്, മറ്റേ റോഡ്, തേങ്ങാ റോഡ്, അങ്ങനെ 10,000 പേരുകളാണ്. പിന്നെ ഒരുപാട് ശവകുടീരങ്ങൾ അവിടെ ഇവിടെ. ഡൽഹിയിലെ ശവകുടീരങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് വേണ്ടിയിട്ട് വെക്കുകയാണ്, ഒരു ശവകുടീരം ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ ഈ ശവകുടീരത്തിന് വേണ്ടി എത്ര ഏക്കർ സ്ഥലങ്ങളാണ് അല്ലേ? ഒരുപാട് സ്ഥലമുണ്ട്. ഒരാളുടെ ശവകുടീരം ഉണ്ടാക്കി വെച്ചിട്ട് ഏക്കർ കണക്കിന് സ്ഥലം ഡൽഹി പോലെ ഒരു സ്ഥലത്ത്, അത് കണ്ണായ സ്ഥലം. സത്യത്തിൽ ഒരു അശ്ലീലമാണിത്. ഒരു രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരു നേതാവിന് ഒരു സ്മാരകം ഉണ്ടാക്കണം എന്ന് പറയുന്നത് ശരിയാണ്. അതിനുവേണ്ടി 3, 4, 5 ഏക്കർ സ്ഥലമൊക്കെ മാറ്റി വെക്കുന്നതിനാ ഒരു ശവകുടീരം, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം ഉണ്ടാക്കുക. ആ ഹുമയൂണിന്റെ ശവകുടീരം തന്നെ അയാളുടെ ശവകുടീരം ഇരിക്കുന്ന 5 സെന്റോ എന്താന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. അടച്ചിട്ട് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇതിലൊക്കെ ഇടപെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അങ്ങനെ അതൊക്കെ ആണ് യോഗി
ഒരു സംഗതി. അല്ല, ഇത് സമ്മതിക്കില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചത്തു കഴിയുമ്പോൾ തലസ്ഥാന നഗരിയിൽ വലിയൊരു 2-3 ഏക്കർ സ്ഥലത്ത് പുൽമേടുകളും ഗാർഡനും ഒക്കെ ഉണ്ടാക്കി അവിടെ അടങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഭരിക്കുന്ന കാലത്ത് ഈ ജനങ്ങളെ ഒട്ടും പരിഗണിക്കാതിരുന്ന നരാധവന്മാരായ ആളുകൾ വരെ, ഈ രാജ്യത്തെ കൊടുത്ത ആളുകൾ വരെ അവിടെ വലിയ ശവകുടീരം ഉണ്ടാക്കി ഏക്കർ കണക്കിന് സ്ഥലവും വെച്ച് ഡൽഹി കഴിയുന്നുണ്ട്. അതെ. അപ്പോൾ ഇയാളുടെ ശവകുടീരം അങ്ങനെ നിൽക്കുന്നത് പൊളിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് BJPയിൽ സത്താറ MP ഉദയൻ രാജ് ഭോസ്ലെ, അദ്ദേഹം ശിവജിയുടെ പിൻഗാമിയാണ്, ശിവജി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പൊളിച്ചു കളയണം എന്ന് പറഞ്ഞാൽ ശിവജിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ആവശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി MP അബു ആസ്മി പറഞ്ഞല്ലോ, ഔറംഗസേബ് ക്ഷേത്രങ്ങളൊക്കെ പണിത ആളായിരുന്നു. അല്ല, ഇവിടെ അടുപ്പൂട്ടി ചർച്ചക്കാർ പറയുന്നുണ്ട് ഔറംഗസീബ് മകാനായിരുന്നു, സംഭാജിയായിരുന്നു, സംഭാജി വൃത്തികെട്ടവനാണെന്നൊക്കെ മീഡിയ വണ്ണിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരാളുടെ ഒരു പോസ്റ്റ് വായിച്ചു. ഈ പറയുന്നത് ആരെങ്കിലും മറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ റാവുത്തരെയൊക്കെ ഇവിടെ വന്ന് അവർ പിടിച്ചോണ്ട് പോകുന്നു. അപ്പം നവനീത് റാണ എന്ന് പറഞ്ഞ BJP MP ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഔറംഗസേബിനെ സ്നേഹിക്കുന്നവര് അദ്ദേഹത്തിൻ്റെതായ ശവകുടീരം ചെറുതായിട്ട് വീട്ടിൽ പണിതിട്ട് ഈ ദുഃഖമൊക്കെ ആചരിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് മാറ്റിയതാണ്, ഇനി കുടീരവും കൂടി അവിടെ നിന്ന് എടുത്ത് കളയണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഷിൻഡെ പറഞ്ഞിട്ടുണ്ട് ഈ അസ്മി ഒറ്റുകാരനാണ്, അയാൾ പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മുൻ ഔറംഗാബാദിലെ, ഇപ്പോൾ സംഭാജി നഗറിലെ ഗുദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ശവകുടീരം ഇരിക്കുന്നത്. ഔറംഗസേബിൻ്റെ ഒരു ദർഗയുടെ ഉള്ളിലാണ് ശവകുടീരം. അപ്പം ഇത് മൊത്തത്തിൽ പൊളിച്ച് കളയേണ്ടി വരും. ഈ ശവകുടീരം മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഇത് ഔറംഗസേബ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അലങ്കാരവും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ ദർഗയുടെ അകത്ത് ഇതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ദർഗ പണിയുമ്പോഴും ആരുടെയെങ്കിലും ഒരു ശവകുടീരത്തിലാണല്ലോ ചെയ്യുന്നത്. ശവകുടീരമാണ്, അതിനോട് ചേർന്നുള്ള ആരാധനാലയമാണ് ഇത്. അപ്പോൾ ഇയാളുടെ മരണകഥയും കൂടി പറയുകയാണെങ്കിൽ, ഈ 1705 ബീജാപ്പൂർ കോട്ട പിടിക്കുമ്പോൾ ഇയാൾക്ക് അസുഖമായി, ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ അത് ഡൽഹിക്ക് തിരിച്ചു പോകാം എന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ ദേവ്പൂരിലെത്തി. ബീജാപ്പൂരിൽ കൃഷ്ണ നദിക്കരയിലാണ് ഈ ദേവ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ച് യാത്ര നിർത്തി, സഞ്ചരിക്കാൻ പറ്റുന്നില്ല. 88 വയസ്സായി. എന്നിട്ടും ആളുകളെ കൊന്നൊടുക്കണം ഈ ചിന്തയിലാണ് നടക്കുന്നത്. 1705 ഒക്ടോബർ വരെ വിശ്രമം ഇയാൾക്ക് വിധിച്ചു, നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പല്ലക്കിലാണ് കൊണ്ടുനടന്നത് ഇയാളെ. 1706 ജനുവരി 20 ഇയാൾ അഹമ്മദ് നഗറിലെത്തി. അഹമ്മദ് നഗറിൽ എത്തിയപ്പോൾ അവസ്ഥ ഗുരുതരമായി. അടുപ്പക്കാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല, മക്കളില്ല കൂടെ. ഒരു അക്ബർ എന്ന് പറഞ്ഞ ഒരു രാജകുമാരൻ, മറ്റേ അക്ബർ അല്ല, ഇയാളുടെ മകൻ, 4ാമത്തെ മകൻ, അയാള് ഇറാനില് അതിന് പേടിച്ച് ഓടിയ ആള് 2 കൊല്ലം മുമ്പേ മരിച്ചു പോയിരുന്നു. ഇതിന് 2 കൊല്ലം മുമ്പേ മരിച്ചു പോയിരുന്നു. പിന്നെ മകള് 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. സഹോദരി 1706 മരിച്ചു. അവിവാഹിതയായൊരു മകള് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ ഭാര്യ ഉദയ്പുരി മഹല് കൂടെ ഉണ്ടായിരുന്നു. ഈ ഉദയ്പുരി മഹല് ജോർജിയക്കാരിയായ ഒരു മുസ്ലിം അടിമയായിരുന്നു. അവര് ഇയാളുടെ സഹോദരൻ ദാരാഷുക്കോവിനെ ഇയാൾ തട്ടിക്കളഞ്ഞല്ലോ. അപ്പൊ ദാരാഷുക്കുവിന്റെ അടിമക്കൂട്ടത്തില് പെട്ടൊരു സ്ത്രീയായിരുന്നു. അതിനെ ഇങ്ങോട്ട് എടുത്തതായിരുന്നു ഔറംഗസേബിന്റെ ഈ അവസാനത്തെ ഭാര്യ എന്ന് പറയുന്നത്. 1707 അസുഖം മൂർച്ഛിച്ചു. 3 ദിവസം 5 തവണ, എല്ലാ ദിവസവും 5 തവണ പ്രാർത്ഥിക്കുമായിരുന്നു. അത്രമാത്രം മതഭ്രാന്ത് ഉണ്ടായിരുന്ന ആളാണ് അയാൾ. പിന്നെ അപ്പോൾ അയാളോട് വൈദ്യന്മാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ആനകളെ, കുറേ വജ്രവുമൊക്കെ ദാനം ചെയ്യും പാവപ്പെട്ടവർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു വൈദ്യന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് ഹിന്ദു ആചാരമാണ്,
ഞാൻ അങ്ങനെ ചെയ്യില്ല, ഹിന്ദുക്കളുടെ പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ ഈ ആനയെ മേടിക്കാൻ ചിലവാകുന്ന 1000 രൂപയുണ്ടല്ലോ, അതൊരു ഗാസിക്ക് കൊടുത്തു. എന്നിട്ട് ആ 1000 രൂപ പാവങ്ങൾക്ക് വിതരണം ചെയ്താക്കാൻ പറഞ്ഞു. അപ്പോഴും കൊടുക്കുന്നത് ഗാസിക്ക് കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഇയാൾ വിൽപ്പത്ര എഴുതി, ചത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ശ്മശാനത്തിൽ അടക്കിയേക്കണം. അപ്പോൾ കുറച്ച് നടന്നാൽ മതിയെങ്കിൽ അവിടെ ഏറ്റവും അടുത്ത ശ്മശാനത്തിൽ അടക്കിയേക്കണം, വലിയ ആചാരങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ശവപ്പെട്ടി വേണ്ട, വലിയ ആഭരണങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട, സംഗീതം അതൊന്നും പാടില്ല, മുഖം മൂടാൻ പാടില്ല, തുറന്നിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇയാൾ രാജ്യം വിഭജിച്ചു എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാൻ ഈ തൊപ്പിക്ക് വേണ്ടിയൊക്കെ ചിലവാക്കിയിരിക്കുന്നത് 4 രൂപ 2 അണ ആണ്, അതേ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയും ചിലവാക്കാവൂ, ഇത്രയും തുക. എന്നിട്ട് 305 രൂപ ഇയാൾ ഖുറാൻ പകർത്തി എഴുതി ഉണ്ടാക്കിയിരുന്നു. 305 രൂപ അധ്വാന ബലം. ആ 305 രൂപ കിട്ടിയത് ഫക്കീർമാർക്കും ദാനം ചെയ്തു. എന്നിട്ട് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 8 മണിയായപ്പോൾ അന്ത്യശ്വാസം വലിച്ചു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്. ഇത് ഈ സെൻഡിയാക്കിയാണോ പറഞ്ഞിട്ട്? അതെ, ഇതുപോലൊരു കാലമാടൻ്റെ കഥ. അതെ, കാലമാടൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മറ്റേ അരക്കൻ എന്ന് പറയില്ലേ, പിശുക്കൻ, അതാണല്ലോ കഥ. അവസാനം ഇയാളുടെ കയ്യിൽ ഈ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കി 304 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 304 രൂപ 2 അണ. ബാക്കി മുഴുവൻ ചെലവാക്കി ആളുകൾ കൊല്ലാനും ഹിന്ദു വംശഹത്യയ്ക്കും ഒക്കെ ചെലവാക്കിയിട്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഒരു സൈക്കോ ആയിരുന്നു അല്ലേ? അതൊന്നും ഷാജഹാനോട് അച്ഛനോട് പെരുമാറിയത് കണ്ടില്ലേ? ആഗ്ര കോട്ടയിൽ തടവിലിട്ട് വെള്ളം കൊടുക്കരുതെന്ന് കൽപ്പിച്ചു. എന്നിട്ട് ഷാജഹാൻ ആത്മകഥയിൽ എഴുതി, ഹിന്ദുക്കളായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ എന്നോട് ചെയ്യില്ലായിരുന്നല്ലേ, ഹിന്ദു കുട്ടികളായിരുന്നെങ്കിൽ അവര് ശേഷക്രിയ ചെയ്യുമായിരുന്നു, അച്ഛന് വെള്ളം കൊടുക്കുമായിരുന്നു. ഹിന്ദുക്കൾ എത്ര ഭേദം എന്നെഴുതി. മകനെ കൊന്നു, അച്ഛനെ തട്ടി, സഹോദരിയെ കൊന്നു, സഹോദരനെ കൊന്നു. ഇങ്ങനൊരു മനുഷ്യജന്മം, അവനെയൊക്കെ ന്യായീകരിക്കാൻ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന പൊന്നുമക്കൾ കേരളം. എന്നിട്ട് അയാളുടെ പേര് കേരള സാർ, സാക്ഷരത സാർ, ലിറ്ററസി സാർ, 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള നായകളെക്കാളും, നായ എന്ന് പറയാൻ പറ്റും, എത്ര നന്ദിയുള്ള ജീവികളല്ലേ, ഇത്ര കുറുനരിയെ പോലെയുള്ള വിഷജന്തുക്കളെക്കുറിച്ച് പുകഴ്ത്തുപാട്ട് പാടുന്ന ആളുകളെക്കുറിച്ച് എന്ത് പറയാൻ നമ്മുടെ കേരളത്തിലുണ്ട്. സിന്ധു സൂര്യകുമാർ പറഞ്ഞ പോലെ കേരള സാർ, 100% ലിറ്ററസി സാർ. സാക്ഷരതയുള്ളവരാണെങ്കിൽ പ്രയാഗ്രാജിൽ പോകരുത്. മറ്റേ ഔറംഗസേബിൻ്റെ ശവകുടീരം തീർത്ഥാടന കേന്ദ്രമാക്കുക. ഇതാണ് സിന്ധുവിൻ്റെയും മറ്റേ റാവുത്തറുടെയൊക്കെ ആവശ്യം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.